ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഹൽവ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് പിസ്തയും കൂടെ ഒന്ന് കൃഷി ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നോർമൽ വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നിന്ന് ചൂടാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന നേരത്തെ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറാണ്. അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. ഗ്യാസ് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കളർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ നെയ്യ് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ 2 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ മൊത്തത്തിൽ ഇതിൽ ഒരു 5 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്കാ പൊടിയാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏലക്കാ പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് ഇളകി വരുന്ന പരുവാകുമ്പോഴാണ് നമ്മളിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കാഷ്നട്ടും പിസ്തയും കൂടെ ഒന്ന് കൃഷി ചെയ്തുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പാത്രത്തിൽ നിന്ന് മിക്സ് ഇളകി വരുന്ന ആ പരുവാകുമ്പോൾ നമുക്കിന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് രാത്രിയിലാണ് റെഡിയാക്കി വെക്കുന്നത്. രാവിലെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഹൽവയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.